ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പാലക്കിച്ചൻ റെസിപ്പീസ്. ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി പാലപ്പമാണ്. നമ്മൾ സാധാരണ പാലപ്പം ഉണ്ടാക്കാറുണ്ട് ഇല്ലേ, പക്ഷേ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു പാലപ്പമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പാലപ്പമാണ്. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും കളറിന് വ്യത്യാസമുണ്ട്. വൈറ്റ് അല്ല, ഇത് ഗ്രീൻ കളറുള്ള ഒരു പാലപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് പാലക്ക് ചീര ഒന്ന് ബ്ലാഞ്ച് ചെയ്തെടുക്കാം. തിളച്ച വെള്ളത്തിലിട്ടിട്ട് അതിന് ഞാനിവിടെ ഉപ്പിട്ട് വെള്ളം തിളക്കുന്നുണ്ട്. അതിനകത്തേക്ക് കുറച്ച് പാലക്ക് ചീര ഇട്ട് ഒന്ന് ബ്ലാഞ്ച് ചെയ്തെടുക്കുകയാണ്. ഡിപ്പ് ചെയ്ത് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ബ്ലാഞ്ച് ചെയ്ത് കിട്ടും. എന്നിട്ടിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. 1 കപ്പ് പച്ചരി ഞാൻ ഓവർനൈറ്റ് കുതിർത്തിയതാണ്. അതായത് ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇന്ന് രാവിലെ കഴുകിയെടുത്തതാണ്. അത് 1 കപ്പ് അരി കുതിർന്ന് നിന്നപ്പോൾ 1.5 കപ്പ് അരിയാണ് കുതിർത്തി കിട്ടിയത്. അത് ഞാനൊരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ജീരകം, ചെറിയ ജീരകമോ വലിയ ജീരകമോ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ളത് ചേർക്കുക. അതിനുശേഷം 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. കൂടുതൽ വെള്ളം ചേർത്താൽ അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം നല്ല ക്രീം പോലെ ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ പാലപ്പത്തിൻ്റെ അരി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുക. പിന്നെ നമ്മൾ ബ്ലാഞ്ച് ചെയ്ത് വെച്ചിരുന്ന പാലക്ക് ചീര ചേർക്കുക. ഞാൻ പിന്നെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര മധുരത്തിനുള്ള ചേർക്കുക. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് ചോറും കൂടി, വേവിച്ച ചോറും കൂടി ചേർത്തിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു ബാറ്റർ കിട്ടും. നല്ല പച്ച നിറമുള്ള ബാറ്ററാണ്. പിന്നെ ഞാൻ ആ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ജാറൊന്ന് ചുറ്റിച്ച് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചൊരു 1.5 മണിക്കൂർ നമുക്ക് ഫെർമെൻറ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 1.5 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം ഇത് പൊങ്ങിയിട്ടുണ്ടാകുന്നു. ഇതിപ്പോൾ കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കുകയാണേ. അപ്പോൾ ഇത് ഏകദേശം പാത്രം നിറഞ്ഞ് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് വരും. അപ്പം നമ്മൾ 1 മണിക്കൂറും 10 മിനിറ്റും ആയപ്പോഴേക്കും അപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തലേദിവസമൊന്നും അടിച്ചേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ രാവിലെ കലക്കി വെച്ചിട്ട് കറി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് മാവ് പൊങ്ങുകയും ചെയ്യും, നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് പൊങ്ങിയിട്ടുണ്ട് കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് പാൻ വെച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ചട്ടി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ കൂടുതൽ ചൂടായാൽ ചട്ടിയിൽ നിന്ന് നമ്മളിത് ചുറ്റിക്കില്ലേ, അപ്പോൾ അത് അടർന്ന് പോകാൻ ചാൻസ് ഉണ്ട്, വിട്ടുപോരും ചട്ടിയിൽ നിന്ന്. അപ്പോൾ ഏകദേശം ഒരു മീഡിയം ഹീറ്റിൽ വേണം നമ്മൾ മാവൊഴിക്കാനായിട്ട്. പിന്നെ തീ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. 1.5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അപ്പം റെഡി ആയിട്ടുണ്ടാകും. പിന്നെ കൂടുതൽ കട്ടിയിൽ ഒഴിച്ചാൽ നമ്മൾ നടുക്ക് ഭാഗം ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും, കല്ല് പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി വെക്കാം. പക്ഷേ അപ്പോൾ അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ പോകും. 1.5 മിനിറ്റിൽ തന്നെ എടുക്കാൻ നോക്കുക.
ഇപ്പോൾ ഫസ്റ്റ് അപ്പം നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ട് തോന്നുമെങ്കിലും നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വളരെ സോഫ്റ്റായ അപ്പമാകും. അപ്പോൾ നമുക്കിതെല്ലാം ചുട്ടെടുക്കാം. നമ്മൾ ഓരോ പ്രാവശ്യം മാവ് ഒഴിക്കുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിക്കുക. അപ്പോൾ നമുക്ക് അവസാനത്തെ അപ്പം വരെ നമുക്ക് ഒരേപോലത്തെ അപ്പം കിട്ടും. മീതേന്ന് മാത്രം നമ്മൾ എടുത്തിട്ട് ചുടുകയാണെങ്കിൽ അവസാനം വരുമ്പോഴേക്കും കല്ല് പോലത്തെ അപ്പമായിരിക്കും. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പം എല്ലാം ഒരേപോലത്തെ ലാസ്റ്റ് അപ്പം വരെ ഒരേപോലത്തെ അപ്പം കിട്ടും. കണ്ടോ, വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. കണ്ടോ, വളരെ പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നമ്മളിത് വായിലിട്ടാൽ അലിഞ്ഞു പോണ അപ്പമാണ്. ഇതുപോലെ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും അപ്പം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് ചേർത്തിട്ടും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് മീൻ കറി എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ കയ്യിലുണ്ടായതാണ്. പിന്നെ കടലക്കറിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കിയത്. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കടലക്കറിയാണിത്. പിന്നെ ഫിഷ് കറി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു നേരത്തെ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സോഫ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ പാലക്ക് ഗ്രീൻ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തിയാണിത്. കുട്ടികൾക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടും. കളറ് കാണുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു അട്രാക്ഷൻ തോന്നും ഈ അപ്പത്തിനോട്. അതുപോലെ ക്യാരറ്റ് കൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ ക്യാരറ്റിൻ്റെ നിറത്തിലുള്ള അപ്പം കിട്ടും. ബീറ്റ്റൂട്ട് ആണെങ്കിൽ കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ കളറുള്ള അപ്പമായിരിക്കും. അതൊക്കെ വളരെ ഹെൽത്തിയുമാണ് അട്രാക്റ്റീവുമാണ്. അപ്പോൾ എല്ലാവരും ഈ അപ്പം ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.